തിരൂർ തുഞ്ചൻ പറമ്പിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു എഴുത്തിനിരുത്ത് അവിടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, അങ്ങനെ തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് സ്പെഷ്യലാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാത്ത, സാമീപ്യമില്ലാത്ത ഒരു എഴുത്തിനിരുത്ത് കാലം കൂടിയാണ്, ആദ്യ വിജയദശമി കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു വിടവ് എന്തായാലും അങ്ങനെ തന്നെ നിൽക്കും. എന്താണ് തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ജംഷീർ? തീർച്ചയായിട്ടും ജിൻസിയൻ സൈഫു സൂചിപ്പിച്ചതുപോലെ ഈ തുഞ്ചൻ പറമ്പ് നമ്മൾ കാണുന്ന ഇന്നത്തെ ഒരു തുഞ്ചൻ പറമ്പായി മാറിയതിൽ MT വാസുദേവൻ നായർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുമ്പോൾ MT ഇവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള ഉണ്ടാകുന്ന ഒരു മണ്ണുകൂടിയായിരുന്നു ഇത്. പക്ഷേ ഇത്തവണ അദ്ദേഹം മൺമറഞ്ഞതിന് ശേഷം ആദ്യം എത്തുന്ന ഒരു വിദ്യാരംഭ ചടങ്ങാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം അത് ഇവിടെ ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണുള്ളത്. ഏതായാലും തുഞ്ചൻ പറമ്പിലും വിദ്യാരംഭ ചടങ്ങുകൾ വളരെ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മണ്ഡപങ്ങളിൽ, അതെന്ന് വെച്ചാൽ കൃഷ്ണശില മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായാണ് എഴുത്തിനിരുത്ത് നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഉള്ളത്, നേരത്തെ നമ്മൾ കണ്ടത് സരസ്വതി മണ്ഡപത്തിലെ സാഹിത്യകാരന്മാർ എഴുത്തിനിരുത്തിയതായിരുന്നു. ഇപ്പം ഇവിടെ കൃഷ്ണശില മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്ത് നടക്കുന്നത്. ഇവിടെ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഒരു ക്യൂ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ മണ്ഡപത്തിലേക്ക് പോലും കയറാൻ പോലും കഴിയുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനോ ക്യാമറ ചെയ്യാനോ കഴിയില്ല. കാരണം അത്രയും വലിയൊരു തിരക്ക് ആണ് ഇവിടെയുള്ളത്. ഇപ്പോഴും വലിയ തിരക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ട്രസ്റ്റ് ഭാരവാഹികളുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സംസ്ഥാനത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നടക്കം ആളുകൾ കുരുന്നുകൾക്ക് അധ്യക്ഷരം നുകർന്നു നൽകാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. ഇപ്പോ എവിടുന്നാ വരുന്നത്? ഞങ്ങള് വള്ളിക്കുന്ന്. കയറിയോ? ഇരുന്നോ? ഇല്ല, കയറാൻ പോവാണ്. ക്യൂലാണ്. എന്താ മോന്റെ പേരെന്താ? പേരെന്താണ്? ബാലു. ഒരു കൊച്ചു മിടുക്കനാണ് ബാലു അല്ലേ? എപ്പോഴാ വന്ന്? ഓക്കെ, അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുരുന്നുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കയറിയോ? ഇരുന്നോ? മോളുടെ പേരെന്താ? മോളെ പേരെന്താ? പേര് പറ. എവിടുന്നായിരുന്നു? രാവിലെ വന്നോ? ഇല്ല, കുറച്ച് സമയമുള്ളൂ. നമുക്ക് തിരക്ക് കുറവുണ്ടെന്നുള്ള. അത്തരത്തിൽ ഏതായാലും കുരുന്നുകളൊക്കെ ഇത് അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുന്ന കുട്ടികളാണ്. അവരൊക്കെ നമുക്കറിയാവുന്നത് പോലെ ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നത്. ഇവരൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ടവരാണ്, വളർന്ന് വലിയ നിലയിൽ ആവേണ്ടവരാണ്. പക്ഷെ അവർ ഏത് നിലയിലേക്ക് എത്തിയാലും, ഏത് ഘട്ടത്തിലേക്ക് പോയാലും അവരുടെ തുടക്കം ഇതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ കുരുന്നുകൾ കടന്നു പോകുന്നത്.